നിങ്ങൾ എപ്പോഴൊക്കെ നല്ലൊരു സോഫ്റ്റ്വെയറിനെ ഗ്രേറ്റ് ആക്കുന്നത് തടയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊരിക്കലും ഫ്ലാഷി ഫീച്ചേഴ്സോ കൂൾ ഡിസൈൻസോ ഒന്നും അല്ല, മറിച്ച് അത് എത്ര സീംലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നതിലാണ്. അവിടെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ വെറുതെ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിലൂടെയാണ് യൂസേഴ്സ് ഇഷ്ടപ്പെടുന്നതും യൂസേഴ്സിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതുമായിട്ടുള്ള ആപ്പ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഫങ്ഷണൽ ടെസ്റ്റിംഗും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗും. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിട്ട് നമുക്ക് ഇവ രണ്ടിനെയും കരുതാം. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു ആപ്പിന്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ഉദാഹരണത്തിന് ലോഗിൻ ബട്ടൺ കൃത്യമായിട്ട് വർക്ക് ആവുന്നുണ്ടോ, പേയ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. എന്നാൽ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എത്ര കൃത്യമായിട്ട് ആപ്പ് റിയൽ വേൾഡ് കണ്ടീഷൻസിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നു. ഉദാഹരണത്തിന് എത്ര പെട്ടെന്ന് ആപ്പ് ലോഡ് ആകുന്നുണ്ട്, ഒരു പെട്ടെന്നുള്ള യൂസർ സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ ആപ്പിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ, അത് ക്രാഷ് ആകും എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ ഇ-കൊമേഴ്സ് ആപ്പിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഫങ്ഷൻ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് സീംലെസ്ലി നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമ്പോൾ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് യൂസേഴ്സിന് സെക്യൂർ ആയിട്ടും ഫാസ്റ്റ് ആയിട്ടും ആപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചെക്ക് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിംഗിനെ കുറിച്ച് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ ടെസ്റ്റിംഗ് ടൈപ്പിന്റെ അഡ്വാൻറ്റേജസ്, കീ ഫീച്ചേഴ്സ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ സബ് കാറ്റഗറീസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത്. ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് ഷാഹിദ്. ഈ ചാനലിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡേറ്റാ സയൻസ്, ഡേറ്റാ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ്, മോൺ സ്റ്റാക്ക് തുടങ്ങിയ വീഡിയോകളായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂലൈൻ ഗെയിമിന്റെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നൊക്കെ ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ once again I'm Sahir. Welcome to the new video of EduLearning. നമുക്ക് ആദ്യമായിട്ട് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ആപ്ലിക്കേഷന്റെ എല്ലാ ഫീച്ചേഴ്സും ബിസിനസ് ഗോളും യൂസർ എക്സ്പെക്ടേഷൻസുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ കോമ്പണൻസും ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഫങ്ഷണൽ ടെസ്റ്റിംഗ് എൻറ്റയർ സിസ്റ്റത്തിനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പലപ്പോഴും പല ഫങ്ഷൻസ് ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അത് വേറെ മോഡ്യൂൾസ് ഒക്കെ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഫങ്ഷണൽ ടെസ്റ്റിംഗിന്റെ വേറൊരു ക്രിട്ടിക്കൽ റോളാണ് വർക്ക് ഫ്ലോസ് വെരിഫൈ ചെയ്യുക എന്നുള്ളത്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ഓരോ ആപ്ലിക്കേഷനും സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ കൃത്യമായിട്ട് വർക്ക് ആകുന്നുണ്ടോ എന്നുള്ളതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഇതൊന്നുമല്ലാതെ ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിന് ഒരു സേഫ്റ്റി നെറ്റ് ആയിട്ട് കൂടി ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആക്ട് ചെയ്യുന്നുണ്ട്. പുതിയ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു ബെഞ്ച് മാർക്കായിട്ട് ആക്ട് ചെയ്യുന്നു. കൂടാതെ ഓൾഡ് ഫങ്ഷനാലിറ്റീസ് അതുപോലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഡെവലപ്മെന്റ് ടൈമും ടെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ കോഡേഴ്സിന്റെ ടൈമൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷണൽ ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് സ്ട്രാറ്റജിയുടെ ഒരു ബാക്ക് ബോൺ ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഒരു ആപ്ലിക്കേഷന്റെ കോർ ഫങ്ഷനാലിറ്റീസ് ഡീപ്പായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് യൂസർ ഇൻപുട്സ്. ഫങ്ഷണൽ ടെസ്റ്റിംഗിലൂടെ യൂസർ ആക്ഷൻ സച്ച് ആസ് ഫോം സബ്മിഷൻ, ബട്ടൺ ക്ലിക്സ്, സെർച്ച് ക്വറീസ് ഇവരെല്ലാം കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. രണ്ടാമതായിട്ട് യൂസറിന്റെ കംപ്ലീറ്റ് ജേർണി അല്ലെങ്കിൽ വർക്ക് ഫ്ലോ വെരിഫൈ ചെയ്യുന്നു. ലൈക്ക് യൂസർ രജിസ്ട്രേഷൻ, പ്രൊഡക്റ്റ് സെർച്ചിങ്, പ്രൊഡക്റ്റ് ബുക്കിംഗ്, പ്രൊഡക്റ്റ് പർച്ചേസ് എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡൊമൈനിന് അനുസൃതമായിട്ടുള്ള റൂൾസ് ഒക്കെ ഫോളോ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചിലപ്പം ചില പ്രൊഡക്ട്സിന് ഡിഫറെന്റ് ടാക്സ് കാൽക്കുലേഷൻസ് ആയിരിക്കാം, പ്രൈസ് റൂൾസ് കാണും, അല്ലെങ്കിൽ എലിജിബിലിറ്റി ചെക്സ് കാണും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഫങ്ഷണൽ ടെസ്റ്റിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇന്റഗ്രേഷൻസ് ആണ്. ഒരു ആപ്ലിക്കേഷൻ പേയ്മെന്റ് ഗേറ്റ്വേ ആയിട്ടും APIs ആയിട്ടും ഏതെങ്കിലും CRM അല്ലെങ്കിൽ എക്സ്റ്റേണൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിട്ട് സീംലെസ്ലി ഇന്റഗ്രേറ്റ് ആകുന്നുണ്ടോ അല്ലെങ്കിൽ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് നമുക്ക് പല തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അതിൽ ഏറ്റവും ആദ്യത്തത് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. പേര് പോലെ തന്നെ യൂണിറ്റ് ഒരു ആപ്ലിക്കേഷന്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സും ഒരു ആപ്ലിക്കേഷനിലെ ഓരോ സിംഗിൾ യൂണിറ്റ്സും ഇൻഡിവിജ്വലി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്. ഉദാഹരണം നിങ്ങൾ API ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ വേരിയസ് എൻഡ് പോയിന്റ്സിൽ വേരിയസ് റിക്വസ്റ്റ് വയ്ക്കും, അതിന്റെ റെസ്പോൺസ് രേഖപ്പെടുത്തുകയും അത് ഡോക്യുമെന്റേഷനുമായിട്ട് കമ്പയർ ചെയ്യുകയും ചെയ്യും. യൂണിറ്റ് ടെസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഏർലി സ്റ്റേജസിലായിരിക്കും മെജോറിറ്റിയും ഗുണം വരുന്നത്. യൂണിറ്റ് ടെസ്റ്റിംഗ് പൊതുവെ ഓട്ടോമേറ്റഡ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിംഗ് ആണ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ആപ്ലിക്കേഷന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഒരു ആപ്ലിക്കേഷൻ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ ടെസ്റ്റിംഗ്
സക്സസ്ഫുള്ളി പാസ്സായി കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ഡിഫറെൻറ്റ് മോഡ്യൂൾസ് തമ്മിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, മോഡ്യൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉറപ്പുവരുത്തുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഷോപ്പിംഗ് കാർട്ട് മോഡ്യൂൾ ഒരു പേയ്മെൻറ്റ് മോഡ്യൂൾ അല്ലെങ്കിൽ പർച്ചേസ് മോഡ്യൂളായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ കാർട്ടിൽ ആഡ് ചെയ്യുന്ന ഷോപ്പിംഗ് കാർട്ടിൽ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പേയ്മെൻറ്റ് ഗേറ്റിൽ അത് കൃത്യമായിട്ടാണോ കാണിക്കുന്നത്, അത് കൃത്യമായിട്ടുള്ള ക്വാണ്ടിറ്റി ആണോ, പ്രൈസ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്നു. ഈ യൂണിറ്റ് ടെസ്റ്റിംഗിൽ നമ്മൾ ഓരോ യൂണിറ്റ്സും അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ്സും ഇൻഡിവിജ്വൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ടെസ്റ്റിംഗിൽ നമുക്ക് ഡേറ്റ ഫോർമാറ്റ്സിലെ മിസ്മാച്ച് കണ്ടുപിടിക്കാനും യൂണിറ്റ് ടെസ്റ്റിൽ മിസ്അലൈൻഡ് APIs കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഡേറ്റ ഫ്ലോ ബിഹേവിയേഴ്സ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ്. യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ഈ ഒരു ടെസ്റ്റിംഗ് സിനാരിയോയിലാണ് റിയൽ ടൈം യൂസർ അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് റിയൽ ടൈം സിനാരിയോയിൽ ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. പൊതുവേ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ടൈം കൺസ്യൂമിങ്ങും കുറച്ച് കോസ്റ്റ്ലിയുമാണ്. എന്നിരുന്നാലും പ്രാക്ടിക്കൽ സിനാരിയോയിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് വളരെ മാൻഡേറ്ററി ആണ്. സമയം ലാഭിക്കാനും എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനൊക്കെ പലരും ഇപ്പോൾ ഓട്ടോമേറ്റഡ് ടൂൾസ് ഉപയോഗിച്ചൊക്കെ യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി, എന്താണ് ഫംഗ്ഷണൽ ടെസ്റ്റിംഗും ഫംഗ്ഷണൽ ടെസ്റ്റിംഗിന്റെ പർപ്പസ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി. നമുക്ക് നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാം. നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗിലാണ് ആപ്പിന്റെ ക്രിട്ടിക്കൽ ഫീച്ചേഴ്സ് ആയ സെക്യൂരിറ്റി, സ്പീഡ്, സ്കെയിലബിലിറ്റി, യൂസർ ഫ്രണ്ട്ലിനെസ് തുടങ്ങിയ യൂസർ എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ യൂസർ എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ആപ്പ് എങ്ങനെയാണ് വ്യത്യസ്ത സിനാരിയോകളിൽ ബിഹേവിയർ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ഒരു പ്രീ ഡിഫൈൻഡ് ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ മെട്രിക്സിന്റെ സഹായത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2 സെക്കൻഡ് ലോഡ് ടൈം, GDPR റെഗുലേഷൻസ് എന്നിവ അതിൽ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമാണ്. ഇതൊന്നും കൂടാതെ നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന സൈബർ സെക്യൂരിറ്റി ത്രെറ്റ്സിനെ കുറിച്ചൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്യാനോ മലീഷ്യസ് ആക്ടിവിറ്റീസോ അതുപോലെ അല്ലെങ്കിൽ ഡേറ്റ ബ്രീച്ചസിനൊക്കെയുള്ള സാധ്യത ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് എങ്ങനെ മറികടക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇതൊന്നും കൂടാതെ സെർവർ ഫെയിലിയേഴ്സ്, യൂസർ ആക്ടിവിറ്റി, ലിമിറ്റഡ് റിസോഴ്സ് എല്ലാം വരുമ്പോൾ എങ്ങനെയാണ് സിസ്റ്റം ബിഹേവിയർ ചെയ്യുന്നുള്ളതും റിക്കവർ ചെയ്യുന്നുള്ളതും മനസ്സിലാക്കും. ഫംഗ്ഷണൽ ടെസ്റ്റിംഗിന് ഡിഫറെന്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതുപോലെ നോൺ ഫംഗ്ഷണൽ ടെസ്റ്റിംഗിന് ഡിഫറെന്റ് ഡിവൈഡ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചലഞ്ചിങ് സിറ്റുവേഷൻസിൽ പോലും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്താനാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിങ്ങിലൂടെ റെസ്പോൺസ് ടൈം, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, പിന്നെ പൊട്ടൻഷ്യൽ ബോട്ടിൽ നെക്സ് എല്ലാം വിലയിരുത്താൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ആപ്പിൽ പേയ്മെന്റ് പ്രോസസ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സെയിൽസ് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത കൂട്ടാൻ നിങ്ങളുടെ ബിസിനസ്സിനെ ഹ്യൂജ് ആയിട്ട് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് പെർഫോമൻസ് ടെസ്റ്റിംഗ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് മെമ്മറി കൺസ്ട്രെയിൻസ്, ലിമിറ്റഡ് ബാൻഡ്വിഡ്ത്ത്, പിന്നെ സെർവർ ലോഡ്സ് ഉള്ള ഫങ്ക്ച്വാലിറ്റി എന്നീ അവസരങ്ങളിലൊക്കെ ആപ്പ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതും കൂടെ ഇത് വിലയിരുത്തുന്നുണ്ട്. നല്ലതുപോലെ ടെസ്റ്റ് ചെയ്ത ആപ്പ് യൂസേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുക മാത്രമല്ല ഇൻഫ്രാസ്ട്രക്ചർ എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിലൂടെ ഓപ്പറേഷണൽ കോസ്റ്റും റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. പെർഫോമൻസ് ടെസ്റ്റിംഗ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ലോഡ് ടെസ്റ്റിംഗും. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിലെ വേറൊരു ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. 10 ലക്ഷമോ 1 കോടിയോ യൂസേഴ്സ് അറ്റ് എ ടൈം നിങ്ങളുടെ ആപ്പിൽ കയറിയാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാനാണ് ബേസിക്കലി ലോഡ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ലോഡ് ടെസ്റ്റിംഗ് പീക്ക് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക മാത്രമല്ല ഹെവി യൂസേജിന് ശേഷം ആപ്ലിക്കേഷൻ റിക്കവറി ടൈം ഇവാലുവേറ്റ് ചെയ്യും. ലോഡ് ടെസ്റ്റിംഗിലൂടെ ബാക്ക്ഗ്രൗണ്ട് ജോബ്സ് ആയ ബാച്ച് വർക്ക്സ് അല്ലെങ്കിൽ ഡേറ്റാബേസ് ക്വറീസ് ഒക്കെ എങ്ങനെ ചെയ്യും എന്നുള്ളതും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ്. ഒരു ആപ്പ് വൈറലാകാനോ അല്ലെങ്കിൽ ഷട്ട് ഡൗൺ ആകാനുള്ള പ്രധാന കാരണം യൂസേഴ്സ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അനുസരിച്ചിട്ടാണ്. അങ്ങനത്തെ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ടെസ്റ്റിംഗിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് യൂസബിലിറ്റി ടെസ്റ്റിംഗ് എന്നുള്ളത്. യൂസബിലിറ്റി ടെസ്റ്റിംഗിലൂടെ ആപ്പ് ഈസി ടു നാവിഗേറ്റും ഈസിലി അക്സസിബിളും ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള ഇന്റർഫേസ് ഒക്കെ ആണെന്നുള്ളത് ഉറപ്പുവരുത്തുന്നു. യൂസബിലിറ്റി ടെസ്റ്റിംഗ് നമുക്ക് ഒരിക്കലും ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ടൂൾസും കറണ്ടില്ല. എപ്പോഴും മാനുവലായിട്ട് നമുക്ക് യൂസബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യൂസബിലിറ്റി ടെസ്റ്റിംഗ് ലേബർ ഇൻറ്റൻസീവ് ആണ്. യൂസബിലിറ്റി ടെസ്റ്റിംഗ് ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ ഇതിലൂടെ ലഭിക്കുന്ന ഇൻസൈറ്റ്സ് വളരെ വാല്യൂബിൾ ആണ്. എസ്പെഷ്യലി ഡൈവേഴ്സ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന മൾട്ടി ലാംഗ്വേജ് ആപ്ലിക്കേഷൻസിന്. ഗ്ലോബൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ യൂസബിലിറ്റി ടെസ്റ്റിലെ ആപ്പ് ഗ്ലോബൽ ആയിട്ടുള്ള കൾച്ചറൽ ഡിഫറൻസസും ലാംഗ്വേജ് ന്യൂആൻസസും ഒക്കെ പാലിക്കുന്നുണ്ടെന്നുള്ളത്
ഉറപ്പാക്കുന്നു. ഇതുകൂടാതെ കളർ കോമ്പാറ്റബിലിറ്റി, കീബോർഡ് നാവിഗേഷൻ, പിന്നെ സ്ക്രീൻ റീഡർ കോമ്പാറ്റബിലിറ്റി എല്ലാം യൂസബിൾ ടെസ്റ്റിൽ നോക്കുന്നുണ്ട്. നാലാമത്തെ ടൈപ്പ് ഓഫ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് സെക്യൂരിറ്റി ടെസ്റ്റിംഗ്. ഒരു കമ്പനി സംബന്ധിച്ചിടത്തോളം യൂസറിന്റെ ഡേറ്റ സേഫ് ഗാർഡ് ചെയ്യുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ഒരു കാര്യവുമില്ല. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ ആപ്പ് ഹാക്കിംഗ്, ഡേറ്റ ബ്രീച്ചസ്, അൺഓതറൈസ്ഡ് ആക്സസ് എന്നിവയിൽ നിന്നെല്ലാം ആപ്പ് സെക്യൂർ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. എക്സിസ്റ്റിംഗ് വൾണറബിലിറ്റീസ് അല്ലാതെ ഭാവിയിൽ വരാൻ പോകുന്ന വൾണറബിലിറ്റീസിനെ എങ്ങനെ ആപ്പ് തടയും എന്നുള്ള കാര്യം പോലും സെക്യൂരിറ്റി ടെസ്റ്റിംഗിൽ ഇവാലുവേറ്റ് ചെയ്യാറുണ്ട്. സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ബ്രീച്ചസ് പ്രിവെന്റ് ചെയ്യാൻ മാത്രമല്ല, ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂട്ടാനും കസ്റ്റമേഴ്സിന്റെ കോൺഫിഡൻസ് കൂട്ടാനും ഒക്കെ സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് വാട്സപ്പോ, ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് ഒക്കെ. നമ്മൾ ഇത്തരത്തിലുള്ള ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ ചാറ്റ്സ് ഒക്കെ വേറെ ആൾക്കാർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളത് യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒരിക്കലും ഇല്ല. അപ്പം നമുക്ക് ആ സെക്യൂരിറ്റി ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ആപ്പിൽ കോൺഫിഡൻസ് ഉള്ളത്. നമ്മൾ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അതിലായിട്ട് ഷെയർ ചെയ്യുന്നത് അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫങ്ഷണൽ ടെസ്റ്റിങ്ങും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും ഹൈ ക്വാളിറ്റി സോഫ്റ്റ്വെയർസ് ഡെലിവറി ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ രണ്ട് തരത്തിലുള്ള ടെസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ റോബസ്റ്റ്, യൂസർ ഫ്രണ്ട്ലി ആൻഡ് സ്കെയിലബിൾ ആപ്ലിക്കേഷൻ ആണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ യൂസർ എക്സ്പെക്ടേഷൻസ് വളരെ കൂടുതലാണ്. അവർക്ക് ഒരു ഒറ്റ തവണ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുന്നു. സോ ടെസ്റ്റിംഗ് ഏതൊരു ആപ്പിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ സാധ്യതകളും വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. എന്തൊക്കെ ചെയ്താലും, എത്ര AI ടൂൾ വന്നാലും നമുക്ക് ടെസ്റ്റിംഗിലെ പല ടെസ്റ്റിംഗ് ലൈക്ക് യൂസബിലിറ്റി ടെസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഒരിക്കലും ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അല്ലെങ്കിൽ അത് കഴിയണമെങ്കിൽ തന്നെ 20 വർഷം മിനിമം എടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ എപ്പോഴും നല്ലൊരു സ്കോപ്പ് കാണുന്നുണ്ട്. നിങ്ങൾക്കും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇൻഡെപ്ത് ആയിട്ട് പ്രാക്ടിക്കലായിട്ട് ഇന്റേൺഷിപ്പിലൂടെ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462 1123. താങ്ക് യു.